ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ച് നേരം ഒന്ന് നടന്നു കേട്ടോ. പിന്നെ ഷബാസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മണിക്ക് ഇറങ്ങിയ ഒരു 5:30 വരെ പിന്നെ ഷബാസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഷബാസിനെ മദ്രസയിൽ പോകണം. പിന്നെ ഇന്ന് ലാസ്റ്റ് എക്സാം ആണല്ലോ, ഫിദമോളൊക്കെ വിളിക്കേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ മത്തി ഉണ്ടായിരുന്നു തലേദിവസം ഷാഫ്ക കൊണ്ടുവന്ന്, അതുകൂടെ നന്നാക്കിയിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുത്താറിപ്പത്തിരിയും മത്തി മുളകിട്ടതുമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ രണ്ടും കൂടെ. മുത്താറി പത്തിരി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടാവില്ല മുത്താറി വെച്ചിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. അരി ഭക്ഷണം തന്നെ കഴിക്കുന്നവർക്ക് ഈ മുത്താറി വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ അത് കഴിക്കുക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിനനുസരിച്ച് കറികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. നമ്മൾ ശരിക്കും പത്തിരിപ്പൊടിക്ക് വാട്ടും പോലെ തന്നെ ഇത് വാട്ടിയെടുക്കുകയാണെങ്കിൽ ശരിക്കും നൈസ് പത്തിരീൻ്റെ പോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നൈസ് പത്തിരിയും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വാട്ടി എടുക്കാറുണ്ട്. വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് പൊടി അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും വാട്ടിയെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണ്. പിന്നെ കെറ്റിൽ തിളപ്പിച്ചുകൊണ്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ കൈ തടവി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേഗം മീൻ മുളകിട്ടെടുക്കാം. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയും ഉലുവയും വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ചതച്ചെടുക്കണം, അരക്കരുത്. ഇതുപോലെ ചതച്ചെടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരട്ടെ. നന്നായി ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി വലിയ 2 തക്കാളി മിക്സീൻ്റെ ജാറിൽ ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറച്ചും പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടീൻ്റെ അളവൊന്നും പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ, എരിവല്ലോ. ചിലർക്ക് നന്നായിട്ട് എരിവ് വേണ്ടി വരും, ചിലർക്ക് അധികം എരിവ് വേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി രീതി ഇങ്ങനെ കാണിക്കാമെന്ന് മാത്രം. ഒരുപാട് മുളക് കറി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു ചാനലിൽ കാണിച്ചിട്ടില്ല കേട്ടോ മീൻ മുളകിടുന്നത്, അതുകൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ പാകത്തിന് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറണം, അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി അരച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഇളക്കിയെടുക്കരുത്. നന്നായിട്ട് അതിൻ്റെ ആ പച്ചക്കുത്ത് മാറുന്ന വരെ നമ്മൾ വഴറ്റിയതിന് ശേഷം ഉപ്പിട്ടിട്ട് പാകത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അധികം ഗ്രേവി വെള്ളം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ആ തക്കാളി നമ്മൾ അരച്ച മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല. അപ്പം ഞാൻ കടിയിലേക്ക് അത്യാവശ്യം കറി വേണം, അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ട് 3 പച്ചമുളക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇടരുത്, നന്നായി തിളപ്പിച്ച് ഒന്നങ്ങ് വറ്റി വരുന്ന സമയത്ത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പൊടി തട്ടുന്നില്ല, കുറച്ച് കട്ടിയിലാണ് പരത്തുന്നത് കേട്ടോ. നൈസായിട്ട് നമ്മൾ പരത്തി പൊടി തട്ടിയെടുക്കുകയാണെങ്കിൽ നൈസ് പത്തിരി ചൂടാം. അപ്പോൾ ഇത് കുറച്ച് അധികം കട്ടിയില്ല, എന്നാൽ അത്യാവശ്യം കട്ടിയിലാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ വെന്ത് വന്നിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പത്തിരി. പൊടി നന്നായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഷാഫ്ക ഉച്ചയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഫ്ക വൈകുന്നേരം വന്നാലും അങ്ങനെ മീൻ പൊരിച്ചൊന്നും കഴിക്കൂല, എന്തെങ്കിലും ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിക്കുള്ളൂ, ചിലപ്പോൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് മീൻ പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ചപ്പോൾ കൂടെ ഷബാസിനും വിതാക്കും കൂടെ വേണ്ടി വരും. അപ്പോൾ കുറച്ചധികം തന്നെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നും ഇതേപോലെ അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. കണ്ട് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇതാ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തേനൊക്കെ ആകുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ കറി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇത് ഒന്നുകൂടെ കുറുകി വരും കേട്ടോ ഈ കറി. അപ്പോൾ ഇതാ മത്തി മുളകിട്ടതും നമ്മൾ മുത്താറി പത്തിരി റെഡി ആയിട്ടുണ്ട്. ഷാഫ്ക കൊണ്ട് കൊടുക്കട്ടെ. ഷാഫ്ക ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടി കേട്ടോ.
തറയും കൊണ്ട് പത്തിരിയോ അതുപോലെ നൂൽപുട്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തും കഴിക്കൂട്ടോ, മക്കളായാലും അവരായാലും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഉൾഭാഗമൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഒരു കളറായതിനെ കൊണ്ട് നമുക്ക് പൊന്തി വരുന്ന കാണൂല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇനി ഓരോന്ന് അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ക്ലീനിങ് ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ. ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെല്ലാമെന്നുള്ളത് നോക്കാം. നമ്മൾ വീട്ടമ്മമാർ എല്ലാ ദിവസവും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസം ചെയ്യുകയാണെങ്കിൽ ദിവസം എണീറ്റ് മുറ്റടിച്ച് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപാട് മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തിൻ്റെ ഓരോ ഭാഗം വെച്ചെങ്കിലും അടിച്ചു വരാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദിവസം അടിച്ചു വരാറുണ്ട്. പിന്നെ കുറേ പൊടിയും പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നാലും ദിവസം അടിച്ചു വരാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ടോ ലിവിങ് ഏരിയ അങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ഭാഗം എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിയിടാൻ വേണ്ടി നോക്കുക. പിന്നെ രാവിലെ എണീറ്റതും നമ്മൾ കിടക്ക ഒന്ന് മടക്കി വെക്കുക. കുട്ടികളെ കൊണ്ടും അത് ശീലിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവരവർ കിടന്ന കിടക്ക അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് വീട് വൃത്തികേടായി ഇരിക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അതുപോലെ അടുക്കളയാണ് മെയിനായിട്ട് നമുക്ക് വൃത്തികേടാവുക. അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകാനൊരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പാത്രങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിടാൻ നോക്കുക. നമ്മൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുക. ബാക്കിയുള്ളത് നമ്മൾ വെക്കാനുള്ള സ്ഥലം കണ്ടെത്തുക കേട്ടോ. ഇപ്പം നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ നമുക്കൊരു ഏരിയ വേണം. നമ്മളിപ്പോൾ ഒരു ചായപ്പൊടി എടുത്താലും ഒരു പഞ്ചസാര എടുത്താലും നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവണം. എന്നാലും നമുക്ക് എപ്പോഴും നമ്മളെ വീട് ക്ലീൻ ആയിട്ടിരിക്കുള്ളൂ, ഒതുങ്ങിയിരിക്കുള്ളൂ കേട്ടോ. അതുപോലെ ദിവസവും ഓരോ ലോഡ് അലക്കാൻ നോക്കുക. പിന്നെ ഓരോ മുക്കും മൂലയ്ക്ക് ഒരു ഭംഗിയിൽ വെക്കാൻ നോക്കുക. നമുക്കുള്ളത് കൊണ്ട് നമ്മളെ വീട് ഭംഗിയാക്കി എടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.